രണ്ടാം സ്ഥാനത്തേക്ക് ആലങ്കോട് എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനത്തായിരുന്നു CPI, ഇക്കുറി രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്നു. അവിടെ രാജൻ പല്ലൻ സണ്ണി ജോസഫിന് 5308 വോട്ടിന് വളരെ 10,000-ത്തിലേക്ക് നാദാപുരത്ത് CPIയുടെ കോട്ടയായ നാദാപുരത്ത് KM അഭിജിത്ത് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു. ലീഡ് 10,000 വോട്ടിന്റെ ലീഡിലാണ് KM അഭിജിത്ത്. KN ബാലഗോപാലിന്റെ ലീഡ് 1153 ഉയർന്നിട്ടുണ്ട്. ഒരു സേഫ് സോണിലേക്ക് KN ബാലഗോപാൽ എത്തുന്നുണ്ട്. നമുക്ക് വയനാട് മുഴുവനായി പിടിക്കുകയാണ് UDF. മാനന്തവാടിയിൽ ഉഷാ വിജയൻ വിജയം ഉറപ്പിക്കുന്നു. 4000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ഇനി എണ്ണാൻ UDFന്റെ ശക്തി കേന്ദ്രങ്ങളുമാണ്. മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി 3 മണ്ഡലങ്ങളും ഉറപ്പിച്ചിരിക്കുന്നു. എളുപ്പം പറയുന്നത് വയനാട്, മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി. കൊല്ലം പോയോ? കൊല്ലത്ത് പുനലൂര് മാത്രം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിക്കൂ, കൊല്ലത്ത് 8 ഇടങ്ങളിലാണ് തോൽവി അല്ലെ. പുനലൂര് മാത്രമാണ് നിലവിൽ നിൽക്കുന്നത്. ചാത്തന്നൂരിൽ BJP ലീഡ് ചെയ്യുന്നു. കൊട്ടാരക്കരയിൽ നേരിയ ഭൂരിപക്ഷം. മാറി മറിയാണ് കേട്ടോ ചാത്തന്നൂര്. നോക്കൂ, തിരുവനന്തപുരം സെൻട്രലിൽ 55 വോട്ടുകൾക്ക് കരമന ജയൻ മുന്നിൽ, CP ജോൺ പിന്നിൽ. തിരുവനന്തപുരം സെൻട്രലിൽ BJP തിരിച്ചുവരവിന്റെ ലക്ഷണം കാണിക്കുന്നു. നാടകീയമായ വരവ്. 55 വോട്ടുകൾക്ക് കരമന ജയൻ തിരുവനന്തപുരം സെൻട്രലിൽ മുന്നിൽ നിൽക്കുന്നു. 50,000 വോട്ട് തിരുവനന്തപുരത്ത് BJPക്കുണ്ട്. യെസ്, അവിടെ കരമന സുധീർ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. കരമന സുധീർ 3ാം സ്ഥാനത്തേക്ക്. കണക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ 4 മണ്ഡലങ്ങളിൽ BJP പിടിമുറുക്കുന്നു. 4 മണ്ഡലങ്ങളിൽ BJP പിടിമുറുക്കുന്നു. ചരിത്രത്തിൽ ഇതാദ്യമായി. നേമത്തെ ഏകദേശം ഉറപ്പിക്കുന്നു. കഴക്കൂട്ടത്തും ചാത്തന്നൂരും സെൻട്രലിലും നേരിയ ഭൂരിപക്ഷം. ഇവിടെ ഇനി തിരിച്ചു BJPയെ മറിച്ചിടാൻ കഴിയുമോ എന്നതാണ്. നേമത്തിലേക്ക് മാത്രം ചുരുങ്ങിയതായിരുന്നു ഈ മുന്നേറ്റം. പക്ഷെ വീണ്ടും മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുന്നു. സെൻട്രൽ തിരിച്ചുപിടിക്കുന്നു. അങ്ങനെ വീണ്ടും ചാത്തന്നൂര് തിരിച്ചുപിടിക്കുന്നു. 4 സീറ്റിലേക്ക് ഉയർത്തി. ചാത്തന്നൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടി നേരിട്ട ചിറക്കര പഞ്ചായത്തിലാണ് BJPക്ക് വലിയ ലീഡുള്ളത്. 97-39-4 എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ 2 തവണ 100-ലേക്ക് UDF കുതിച്ചുയർന്നു. 97-ലേക്ക് പോകുന്നു. 39-ലേക്ക് LDFും 4 ഇടങ്ങളിലാണ് BJP ഇപ്പോൾ 9 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ തിരുവല്ലയിൽ UDF 6099 വോട്ടുകൾക്ക് മുന്നിലാണ്. പട്ടാമ്പിയിൽ മുഹമ്മദ് മുസിൻ 4138 വോട്ടുകൾ മുന്നിലാണ്. വലിയ മുന്നേറ്റത്തിലേക്ക് BJP കടന്നു വരുന്നു എന്നുള്ളതാണ്. 4 ഇടത്തേക്ക് ലീഡ് ഉയർത്തുന്നുണ്ട്. നേമം തുടക്കം മുതൽ രാജീവ് ചന്ദ്രശേഖർ മുന്നേറുമ്പോൾ കഴക്കൂട്ടത്ത് വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് മുരളീധരൻ മുന്നേറുന്നത്. ചാത്തന്നൂരിലും ഇരുന്നതിനേക്കാൾ കുറവ് സീറ്റാണ് ഇപ്പോൾ LDFന്. 40-96 4 BJP ലീഡ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേമത്തെ ഏറെക്കുറെ NDA വിജയം ഉറപ്പിച്ചു. കഴക്കൂട്ടത്തും ചാത്തന്നൂരും തിരുവനന്തപുരം സെൻട്രലും 3 മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് NDA. ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ ഇനിയും ഒരുപാട് റൗണ്ട് എണ്ണാനുണ്ട് എന്നൊരു കാഴ്ച കൂടി. പട്ടാമ്പിയിൽ LDF തിരിച്ചുപിടിക്കുന്നു. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ 4138 വോട്ടുകൾക്ക് മുന്നിലാണ്. നേരത്തെ പട്ടാമ്പിയിൽ ഷാജി മുന്നിട്ട് നിന്നിരുന്നു. ഇപ്പോൾ തിരിച്ചു ലീഡ് പിടിക്കുന്നു. പട്ടാമ്പിയിൽ മുഹസിൻ 4138. അമ്പലപ്പുഴയിൽ G സുധാകരൻ 9458 ലീഡ് ഉയർത്തിയിട്ടുണ്ട്. 7ാം റൗണ്ടിലും മുന്നേറ്റം തുടരുകയാണ്. ഇനി എണ്ണാൻ പുന്നപ്രയ്ക്ക്, അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴത്തേക്ക്, പുറക്കാട് പഞ്ചായത്തുകളാണ്. സമയമായിരിക്കുന്നു. അതെ, 9488. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവിശ്വസനീയമായ കുതിപ്പാണ് UDFന്. കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരവും പാർട്ടി വിരുദ്ധ വികാരവും ശക്തമായിട്ട് പാർട്ടി നേതൃത്വ വിരുദ്ധ വികാരവും ശക്തമായ പ്രചാരണ വിഷയമാക്കിയെടുത്തൊക്കെ വലിയ തിരിച്ചടിയുണ്ട്. ഗുരുവായൂരിൽ നോക്കൂ, LDF ലീഡ് തുടരുകയാണ്. അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ വേണം എന്നൊക്കെ പറഞ്ഞ BJPക്ക് തിരിച്ചടിയാണ്. ഗുരുവായൂരിലതാ 93 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞു. അവിടെ ഗുരുവായൂരിൽ UDFനാണ് ലീഡ്. ഗുരുവായൂരിൽ UDF ലീഡ് എടുത്തിരിക്കുന്നു. ഗുരുവായൂരിൽ 93 ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ CH റഷീദ് 3251 വോട്ടുകൾ മുന്നിലാണ്. അവിടെ അക്ബറിനേക്കാൾ ലീഡ് BJPക്കില്ല. BJP 3ാം സ്ഥാനത്തേക്ക് മാറ്റി. ഗുരുവായൂരിൽ CH റഷീദ് ലീഡ് എടുത്തിരിക്കുന്നു. UDF ലീഡ് എടുത്തിരിക്കുന്നു ഗുരുവായൂരിൽ. ശരി, ചാണ്ടി ഉമ്മന്റെ പ്രതികരണമാണ്. ഉമ്മൻചാണ്ടിക്ക് കേരളത്തിന്റെ ജനം നീതി കൊടുത്തു. ഉമ്മൻചാണ്ടിക്ക് ശേഷം UDF മുഖ്യമന്ത്രി വരുന്നു. തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ വികാരം കേരളത്തിലെമ്പാടും ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണമായി കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ
ജനം താരതമ്യം ചെയ്തതിന്റെ ഫലം ഇരുണ്ട കാലം എന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണിത്. ഹരിപ്പാട് 22,832 വോട്ടുകൾക്ക് ചാണ്ടി ക്ഷമിക്കണം രമേശ് ചെന്നിത്തല 22,832 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. മികച്ച ഭൂരിപക്ഷമാണ് റൗണ്ടിലും തളിപ്പറമ്പിൽ UDF-ന്റെ ലീഡാണ്. TK ഗോവിന്ദൻ 8,969 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്.